എബ്രായ ലേഖനം 11-ാമത്തെ അധ്യായം 1-ാമത്തെ വേദവാക്യം ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാം. ഒരാൾ എഴുതിയത് വായിക്കും. ബാക്കിയുള്ള എല്ലാവരും ആ വേദവാക്യങ്ങൾ കാണാതെ അറിയാന്നുള്ളവർ കാണാതെ എന്ന് പറഞ്ഞാൽ ഏറ്റവും അനുഗ്രഹമായി തീരും. എന്താണ് ആ വേദവാക്യം? ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ്. ഹല്ലേലൂയ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ച് വചനത്തിലേക്ക് കയറാം. ഞങ്ങളുടെ ദൈവമേ കർത്താവേ, വചനത്തിന് മുമ്പ് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഞങ്ങളോടങ്ങ് സംസാരിക്കണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം കർത്താവ് വചനത്തിലൂടെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദുഷ്ടനെ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ശാസിക്കുന്നു. തുറന്ന സ്വർഗത്തിന് കീഴിൽ ഞങ്ങളെ ഇന്ന് ഈ പകൽക്കാലം ഇരുത്തിയിരിക്കൊണ്ട് നന്ദിയും. പുത്രനെ ഉയർത്താൻ വീണ്ടും കൃപ തരും. അടിയൻ്റെ ജ്ഞാനം ബുദ്ധിയെല്ലാം ബലമായി അവിടുത്തെ കൃപ മാത്രമോടെ വെളിപ്പെടാൻ കർത്താവ് കരുണ കാണിച്ചാട്ട് പുത്രനെ ഉയർത്താൻ കൃപ തരും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഹല്ലേലൂയ. വിശുദ്ധ തിരുവെഴുത്തിൽ എബ്രായ ലേഖനത്തിൻ്റെ 11-ാമത്തെ അധ്യായം നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു വാക്യമാണ്, അല്ലേ? നമുക്കെല്ലാവർക്കും സൺഡേ ക്ലാസ് മുതൽ അറിയുന്ന ഒരു കാര്യമാണ്. എന്താണ് വിശ്വാസം എന്നത്? ആശിക്കുന്നതിൻ്റെ ഉറപ്പ്, കാണാത്ത കാര്യത്തിൻ്റെ നിശ്ചയം. ഹല്ലേലൂയ. ഞാൻ ആ വാക്യം എടുത്തു എങ്കിൽ തന്നെയും ആ വാക്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും നമുക്കെല്ലാവർക്കും അറിയാം, അല്ലേ? അതിൻ്റെ അർത്ഥവും ആഴവും എല്ലാം അറിയാം. ഇന്ന് പകൽ ഞാനിങ്ങനെ ആശിക്കുന്നു, വിശ്വസിക്കുന്നു, കർത്താവ് അതിൽ നിന്ന് പുതിയത് നമുക്കായി ഇന്ന് ഈ പകൽക്കാലം വെളിപ്പെടുത്തി തരട്ടെ. ഹല്ലേലൂയ. വിശുദ്ധ തിരുവെഴുത്തിൽ വിശ്വാസത്തെക്കുറിച്ച് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്ന ഭാഗമാണ്. വിശ്വാസം എന്താണ്? വിശ്വാസം ഒന്ന്, ആശിക്കുന്നതിൻ്റെ ഉറപ്പ്. ആശിക്കുക എന്ന വാക്കിന്റെ അർത്ഥം ആഗ്രഹിക്കുക, ഇച്ഛിക്കുക എന്നൊക്കെയാണ്. ആഗ്രഹിക്കുക, ഇച്ഛിക്കുക. കാണുന്നൊരു തലവും കാണാത്തൊരു തലവും. ഹല്ലേലൂയ. വിസിബിളും ഇൻവിസിബിളും. കാണാൻ കഴിയുന്നത്, കാണാൻ കഴിയാത്തത്. ഹല്ലേലൂയ. മനസ്സിലായോ? നമ്മൾ ഇവിടെ ഇരുന്ന് ദൈവത്തെ ഇവിടെ പാടുകയും ആരാധിക്കുകയും ഹല്ലേലൂയ ഉയർത്തി നമ്മൾ പാടുകയും ഒക്കെ നമ്മൾ ചെയ്യുന്നത് നമ്മൾ കാണുന്ന ലോകത്തിലാണ്. കാണുന്നിടത്തിരുന്നാണ് നമ്മൾ ആരാധിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ കൈവെക്കുന്നത്, കാണുന്നത്, നമ്മൾ സംസാരിക്കുന്നത് ഇവിടെ അന്തരീക്ഷത്തിൽ മുഴങ്ങി നിൽക്കുന്നത് പാടുന്ന ശബ്ദമല്ല ഇവിടെ നിൽക്കുന്നത്, കാണുന്ന മണ്ഡലത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. പക്ഷേ നമ്മൾ ഇവിടെ കാണാത്തൊരു മണ്ഡലവും നമ്മുടെ മധ്യേ സജീവമായി നിൽപ്പുണ്ട്. ഹല്ലേലൂയ. അപ്പൊ കാണുന്ന ഒരു ലോകമല്ല നമ്മുടെ വിഷയം, കാണാത്തൊരു ലോകമാണ് നമ്മുടെ എല്ലാ ദൈവമക്കളുടെയും ആത്മീക ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പടി എന്ന് പറയുന്നത്. കാണാത്തൊരു തലത്തിനകത്ത് കയറാൻ കഴിയുമ്പോഴാണ് ദൈവകൃപയുടെ ആഴം നമുക്ക് വെളിപ്പെടുത്തി തരാൻ സ്വർഗത്തിൽ ദൈവം തയ്യാറായി നിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ 14-ാം തീയതി കർത്താവിൽ നമ്മൾ ഒരുമിച്ച് ദൈവത്തെ സ്തുതിപ്പാൻ പട്ടണത്തിൽ ആർപ്പിടാനൊക്കെ ഇടയായി തീർന്നു. നമ്മൾ കാണുന്ന മണ്ഡലത്തിൽ അത് ചെയ്തപ്പോൾ കാണാത്ത മണ്ഡലത്തിനകത്ത് ശത്രു കെട്ടിപ്പൊക്കിയ കൂടാരങ്ങളൊക്കെ, ശത്രു കെട്ടിപ്പൊക്കിയ മതിലുകളൊക്കെ, ആത്മമണ്ഡലത്തിനകത്ത് ഇടിഞ്ഞുപോയത് ആത്മാവിൽ ദർശിച്ച ദൈവകുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവർക്കായി ഞാൻ കർത്താവിന് നന്ദിയോടെ ഇന്ന് ഈ പകൽക്കാലം സ്തോത്രം ചെയ്യുന്നു. നമ്മൾ കാണുന്ന മണ്ഡലത്തിൽ ചിലത് ചെയ്യപ്പെടുമ്പോഴാണ് കാണാത്ത മണ്ഡലത്തിൽ ചില വിടുതൽ നടക്കുന്നത്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. കാണുന്ന മണ്ഡലത്തിൽ നമ്മൾ സജീവമാകപ്പെടുമ്പോഴാണ് കാണാത്ത മണ്ഡലം നമുക്ക് വേണ്ടി തുറക്കുന്നത്. കാണുന്ന മണ്ഡലത്തിനകത്ത് നമ്മൾ എങ്ങനെ ആക്റ്റീവായിരിക്കുമോ അതുപോലെ കാണാത്ത മണ്ഡലത്തിനകത്ത് വലിയൊരു ദൈവപ്രവൃത്തി നമ്മിൽ വെളിപ്പെട്ടു വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ പകലിൽ തിരുവെഴുത്ത് നമ്മൾ വായിക്കുന്ന വാക്ക് കാണാത്ത കാര്യത്തിനകത്തൊരു നിശ്ചയം. എന്താണ് കാണാത്ത കാര്യത്തിനകത്ത്? അപ്പൊ നമുക്ക് കാണുന്ന തലം മാത്രമല്ല നമ്മൾ പരിശോധിച്ചു പോകേണ്ടത്, കാണാത്തൊരു മണ്ഡലം നമ്മുടെ ജീവിതത്തിനകത്തുണ്ടെന്ന് തിരിച്ചറിയണം. വിശുദ്ധ തിരുവെഴുത്ത് ഞാൻ ചിലത് മാത്രം ഓർമ്മിപ്പിച്ച ശേഷം മൈക്ക് അഭിഷിക്തന്മാരുടെ കരങ്ങളിൽ ഏൽപ്പിക്കാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതിനകത്ത് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ നന്മകളെ തടയുന്ന മനുഷ്യരെന്ന് നമ്മൾ പറയാറുണ്ടില്ലേ? നമ്മുടെ ജീവിതത്തിൽ എതിരായി നിൽക്കുന്ന വെല്ലുവിളികളുടെ മുഴക്കുന്ന മനുഷ്യരെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ ഇന്ന് ഇതിനകത്ത് എൻ്റെ പ്രിയരെ, നമ്മൾ മനുഷ്യനെ അല്ല കാണേണ്ടിയത്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ അതുകൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ പോരാട്ടം ഇത് കാണുന്ന മനുഷ്യനോടല്ല, കാണാത്തൊരു മണ്ഡലത്തിനകത്ത് കയറി അടിച്ചെങ്കിൽ മാത്രമേ ശത്രുവിന്റെ കൂടാരങ്ങൾ പൊളിയുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. എന്നതിനകത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ സഭയ്ക്കകത്തിരുന്ന ദൈവത്തെ ആരാധിക്കുമ്പോൾ ഈ സഭയ്ക്ക് വിരോധമായി അല്ല, ഈ ദേശത്തിലെ സഭകൾക്ക് വിരോധമായി ഇതേ സമയം ശത്രുവിന്റെ പദ്ധതികളും വേറൊരു സൈഡിൽ ഒരുങ്ങുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കുമ്പോൾ സാത്താന്റെ രാജ്യത്തിന് വേണ്ടി വേറൊരു കൂട്ടം വേറൊരു സ്ഥലത്തിൽ പണിയെടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ആത്മാവിൽ തിരിച്ചറിയണം. അപ്പൊ നമ്മൾ ഇവിടെ ഇരുന്ന് ദൈവത്തെ സ്തുതിച്ചും ആത്മാവിൽ ആരാധിച്ചും സാത്താന്യ മണ്ഡലങ്ങളെ പൊളിക്കാൻ കഴിയപ്പെടുമ്പോൾ മാത്രമേ ഒരു ദൈവ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ടു വരികയുള്ളൂ. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ.
അമ്മ ഞാനിങ്ങനെ പലപ്പോഴും പറയാറുണ്ട്, കാണുന്ന മണ്ഡലത്തിൽ അഭിഷിക്തന്മാർ ഒന്ന് നേരെ ഒന്ന് നിന്നാൽ, ആമേൻ, ഞാനിങ്ങനെ പറയും, അഭിഷേക്തന്മാർ ആ മണ്ഡലത്തിനകത്ത് കയറിയൊന്ന് നിന്നാൽ, ആമേൻ, പൈശാചിക മണ്ഡലങ്ങൾക്ക് വെളിപ്പെടാൻ കഴിയുകയില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ പെട്ടെന്ന് നിങ്ങളെ, ആമേൻ, ഒരു യാഗത്തിലേക്ക് കൊണ്ടുപോകാം. ആ യാഗം നടക്കുന്നത് കർമ്മേലിലാണ് കേട്ടോ. അവിടെ അവൻ ഒരു സൈഡിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നൊരു ഏലിയാവും, മറു സൈഡിൽ 400 + 450, അവൻ മൊത്തം 850 ദുരാത്മ സേവകരും മറു സൈഡിൽ. നോക്കിക്കേ, ഒരു സൈഡിൽ നിൽക്കുന്നത് 850 എണ്ണവും, മറു സൈഡിൽ നിൽക്കുന്നത് ഏലിയാവെന്ന ഒരുത്തനും. ഹല്ലേലൂയ. നോക്കിക്കേ, അഭിഷേകം പ്രാപിച്ച ഒരുത്തനും 850 ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്നത് 850. അമേൻ. നോക്കിക്കേ, മാനുഷിക കണ്ണുകൊണ്ട് നോക്കിയാൽ ഒന്ന് ചെറുത് 850 വലുത്. പ്രൈസ് ദി ലോർഡ്. അമേൻ. ഒന്ന് ചെറുത്, അമേൻ, പക്ഷേ 850 വലുത്. അവിടെ ഒരു ചലഞ്ചാണ്, ഒരു സംഭവം. എന്താ സംഭവം? ഭൗതികത്തിലല്ല അവിടുത്തെ യുദ്ധം, ആത്മീകത്തിലാണ്. അവിടെ പറഞ്ഞു, നിങ്ങളൊരു കാളയെ തിരഞ്ഞെടുക്കുക, യാഗപീഠം പണിയ, പക്ഷേ മനുഷ്യന്റെ കൈ കൊടാതെ തീയിറങ്ങണം. പ്രൈസ് ദി ലോർഡ്. മനുഷ്യൻ പ്രവർത്തിക്കാതെ തീയിറക്കണം. ആരാണോ തീയിറക്കുന്നത് അവനാണ് യഥാർത്ഥ ദൈവം. ഹല്ലേലൂയ. നോക്കിക്കേ, ആത്മമണ്ഡലത്തിലാണ് മത്സരം, ഭൗതികത്തിലാണ് അത് മത്സരത്തിന് സാക്ഷികളായ ആൾക്കാരെല്ലാം നിപ്പുണ്ട്. നമ്മൾ തിരുവെഴുത്തിൽ വായിക്കുന്ന ഒരു കാര്യം, 850 പേർ മുമ്പോട്ട് കടന്നു വന്നു. പ്രൈസ് ദി ലോർഡ്. എലിയാവ് അവിടെ പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്, നിങ്ങൾ അധികം പേരുണ്ടല്ലോ, നിങ്ങൾ ഒത്തിരി പേരുണ്ടല്ലോ, അതുകൊണ്ടൊരു കാര്യം ചെയ്യേ, ആദ്യം നിങ്ങൾ തന്നെ ചെയ്യേ. നോക്കിക്കേ, ആദ്യം 850 പേര് പോയി. അവരവിടെ കുറെ പരിപാടികൾ ചെയ്തു, കുറെ പ്രവൃത്തി ചെയ്തു, കുറെ കാര്യം ചെയ്തു. നമ്മൾ തിരുവെഴുത്തിൽ വായിക്കുന്നു, ഉച്ചവരെ ഒരു ശബ്ദമോ ഒരു വാക്കോ ഒരു അനക്കവും പൈശാചിക മണ്ഡലത്തിനകത്ത് ചെയ്തെടുക്കാൻ കഴിഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നോക്കിക്കേ, മറു സൈഡിൽ ഏലിയാവ് നിൽക്കുക. ഏലിയാവ് എന്നൊരുത്തൻ അവിടെ നിൽക്കുമ്പോ ഞാനിങ്ങനെ പറയാറുണ്ട്, പൈശാചിക മണ്ഡലം മുഴുവൻ നിശ്ചലമായി നിന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഇതിനകത്തിരിക്കുന്ന ഏലിയാവുമാരോട് ഞാൻ ദൂത് പറയാം, നീ ആത്മാവിലൊന്ന് ഒരുങ്ങിയൊന്ന് നിൽക്കുമ്പോ നിനക്ക് വിരോധമായി നിൽക്കുന്ന പൈശാചിക മണ്ഡലങ്ങൾ ഇന്ന് ഈ പകലിൽ ഏലിയാവുമാരുടെ അകത്ത കൃപ ചലിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ നിന്റെ മേലൊരു ശക്തി കിടപ്പുണ്ട്. പൈശാചിക പ്രവൃത്തികളെ ഡീആക്റ്റീവ് ചെയ്യുന്ന ദൈവ പ്രവൃത്തി. ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്നവന്റെ അവൻ എണ്ണമല്ല ബലത്തിനാധാരം. ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്നവന്റെ തന്ത്രമല്ല ആധാരം. ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്നവന്റെ കഴിവിലല്ലേ ആധാരം. ആമേൻ. പിന്നെങ്ങനെ? ആമേൻ. ഇവന്റെ കൂടെ, ഏലിയാവിന്റെ കൂടെ ദൈവകൃപയുള്ളിടത്തോളം കാലം, ഏലിയാവുമാരെ നിന്റെ മേൽ ദൈവം നൽകിയ അഭിഷേകം കിടക്കുന്നിടത്തോളം കാലം, നിന്റെ കയ്യിൽ പുതപ്പിരിക്കുന്നിടത്തോളം കാലം, ആമേൻ, നിന്റെ തോളേല പുതപ്പ് കിടക്കുന്നിടത്തോളം കാലം, നിന്റെ തലമേല പുതപ്പ് കിടക്കുന്നിടത്തോളം കാലം, നിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ ദുരാത്മ ശക്തികൾ യേശുവിന്റെ നാമത്തിൽ നിൽക്കുകയില്ല. ഇന്നത് പൊളിഞ്ഞു പോകും. ആത്മാവിൽ ഏറ്റെടുത്ത് നിന്റെ അകത്ത് കിടക്കുന്ന തീയെ ഇന്ന് പകലിൽ കത്തിക്കട്ടെ. എനിക്കറിയാം, നീ ഇവിടെ ഇരുന്ന് ആരാധിക്കുമ്പോൾ ഇന്ന് നീ കാണാത്ത മണ്ഡലത്തിൽ യേശുവിന്റെ നാമത്തിൽ ഒരു വിടുതൽ ചലിക്കുന്നു. ലൈവിലിരിക്കുന്ന കുഞ്ഞെ, മാതാവേ, ഇന്ന് പകലിൽ ഈ വചനത്തിന്റെ ചലനം നിന്റെ വീട്ടിനകത്ത് ചലിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കാണാത്ത മണ്ഡലത്തിൽ ഒരു വിടുതൽ ഇപ്പോൾ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നോക്കിക്കേ, ഏലിയാവ് പുറമേ നമ്മളെ പോലെ നിൽക്കുക. അതുകൊണ്ട് അപ്പോസ്തലനായ യാക്കോബ് പറയുന്ന ഒരു കാര്യമുണ്ട്,
അവൻ ഏലിയാവ് നമുക്ക് സമ സ്വഭാവമുള്ള മനുഷ്യനാ, നമ്മെപ്പോലുള്ള വിശപ്പുള്ള മനുഷ്യനാ, നമ്മെപ്പോലെ കണ്ണും കയ്യും കാലുമുള്ള മനുഷ്യനാ, നമ്മെപ്പോലൊരു മനുഷ്യനാ. പക്ഷെ ഒരു കാര്യം, അവന്റെ മേൽ കിടക്കുന്ന അഭിഷേകത്തെ അവൻ ചലിപ്പിക്കുന്നവനായിരുന്നു. അവന്റെ മേൽ കിടക്കുന്ന വിളി അവൻ ചലിപ്പിക്കുന്നവനായിരുന്നു. അവന്റെ മേൽ കിടക്കുന്ന നിയോഗത്തെ തിരിച്ചറിയുന്നവനായിരുന്നു. അവന്റെ മേൽ കിടക്കുന്ന അഭിഷേകത്തിന്റെ തേജസ്സിനെ ഇത് മനസ്സിലാക്കുന്ന ആരൊക്കെയോ ഇതിനകത്തുണ്ട്. നിന്റെ മേൽ കടക്കുന്ന തീയെ ഇന്ന് പകലിൽ ആത്മാവിൽ കത്തിക്കട്ടെ, കത്തട്ടെ, കത്തട്ടെ, കത്തട്ടെ. ആത്മാവിന്റെ ചലനം നീ ഇവിടെ ആരാധിക്കുമ്പോൾ ദൈവദൂതന്മാർ നിന്റെ വിഷയത്തിൽ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകലിൽ ഇറങ്ങി വരുന്നു. Hallelujah. Okay. എലിയാവ് വളരെ കൂളായി നിൽക്കുക. എന്താ കാര്യമെന്നറിയോ? ഞാൻ പലപ്പോഴും പിശാചിനോട് ചോദിച്ചിട്ടുണ്ട്, പിശാചേ, നീ ഇത്രയും വലിയ മിടുക്കനക്കല്ലേ, നീ ഇത്രയും വലിയ കഴിവുള്ളവനല്ലേ, ഒരുത്തം വിളിച്ചാൽ പോലും നീ പോകുന്നവനാ, എന്തെങ്കിലും ഒരു ചെറിയ സാധനം തന്ന് വിളിച്ചാൽ പോലും നീ വരുന്നവനാ. പ്രൈസ് ദി ലോർഡ്. ബാക്കി ഞാൻ വിശദീകരിക്കുന്നില്ല. ചെറിയൊരു സാധനം കാണിച്ചാൽ പോലും വിളിക്കുന്നവന്റെ പിന്നാലെ പോകും. ഒരു തുണി കാണിച്ചാൽ അതിന്റെ പിന്നാലെ വരും. ഒരു ചെറിയൊരു പൂക്കുറ്റി കാണിച്ചാൽ അതിന്റെ പിന്നാലെ വരും. ഒരു ചാമ്പ്രാണിത്തിരി കാണിച്ചാൽ അതിന്റെ പിന്നാലെ വരും. പിന്നെന്താടാ ഇത്രയും 850 പേര് വിളിച്ചിട്ട് നീ വരാത്തേ? പ്രൈസ് ദി ലോർഡ്. ദുരാത്മാവ് പറഞ്ഞ മറുപടി കേൾക്കണോ? ദുരാത്മാവ് പറഞ്ഞൊരു കാര്യം, കണ്ടോ, ഓപ്പോസിറ്റ് സൈഡിൽ ഒരു തന്നിപ്പുണ്ട്, ഓപ്പോസിറ്റ് സൈഡിൽ ഒരു തന്നിപ്പുണ്ട്. എന്നെ വെളിപ്പെടാൻ അനുവദിക്കാത്ത ഒരുത്തൻ, എന്നെ ചലിക്കാൻ അനുവദിപ്പിക്കാത്ത ഒരുത്തൻ, എന്നെ 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 പ്രവർത്തിക്കാൻ അനുവദിക്കാത്ത ഒരുത്തൻ, ഇതിനകത്ത് ഈ പട്ടണത്തിൽ പിശാചിനെ ചലിപ്പിക്കാത്തവർ. ഇതിനകത്ത് ചലിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കേട്ടോ, നീ കുടുംബത്തിനകത്ത്, നിന്റെ വീട്ടിനകത്ത് നീ മുട്ടുമടക്കുമ്പോൾ, ഭാര്യയും ഭർത്താവും മക്കളും കൂടെ ഒരുമിച്ച് ദൈവസന്നിധാനം മുട്ടുമടക്കുമ്പോൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, വിറയ്ക്കുന്ന ഒരു സാത്താന്യ ലോകമുണ്ട്. നീ അബ്ബാ പിതാവേ എന്ന് വിളിക്കുമ്പോൾ മുട്ടുമടക്കുന്ന ഒരു സാത്താന്യ ലോകമുണ്ട്. നീ ഇവിടെ ഇരുന്ന് ആരാധിക്കുമ്പോ നിന്റെ വീട്ടിന്റെ ചുറ്റും തീ കത്തുകയാ, നിന്റെ വീട്ടിനകത്ത് തീ കത്തുകയാ. നിന്റെ ഭർത്താവിൽ, നിന്റെ ഭാര്യയിൽ, നിന്റെ മക്കളിൽ, നിന്റെ തൊഴിലിൽ, നിന്റെ ആത്മീക ഭൗതിക തലത്തിൽ, യേശുവിന്റെ നാമത്തിൽ കാണുന്ന തലത്തിൽ നീ ഇവിടെ ഇവിടെ ആരാധിക്കുമ്പോൾ കാണാത്ത മണ്ഡലത്തിൽ ആത്മാവ് ചലിക്കട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആമേൻ. എന്റെ പ്രിയരെ, നിങ്ങളോട് ഞാൻ പറയട്ടെ, പിശാചിനെ തൊടാൻ കഴിയാത്തൊരു തലമുറ ഈ പട്ടണത്തിൽ നിന്ന് എഴുന്നേറ്റ് വരട്ടെ. ആ വിചാരകന് ബന്ധിക്കാൻ കഴിയാത്തൊരു തലമുറ ഇതിനകത്തുനിന്ന് എഴുന്നേറ്റ് വരട്ടെ. ജാതകക്കാരന് ബന്ധിക്കാൻ കഴിയാത്തൊരു തലമുറ ഇതിനകത്തുനിന്ന് എഴുന്നേറ്റ് വരട്ടെ. ദൈവത്തിന്റെ സ്വപ്നത്തെ വഹിക്കുന്ന ഒരു തലമുറ ഇന്ന് പകൽ ഇതിനകത്തുനിന്ന് എഴുന്നേറ്റ് വരട്ടെ. നിന്നെ രോഗമിട്ട് ഒതുക്കാൻ നോക്കിയാൽ, നിന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടിട്ട് ഒരുക്കാൻ നോക്കിയാൽ, നിന്നെ പലതരത്തിൽ ബന്ധിച്ച് ഒതുക്കാൻ നോക്കിയാൽ, അതിനെ ആത്മാവിൽ യേശുവിന്റെ നാമത്തിൽ ബ്രേക്ക് ചെയ്യുന്ന ഒരു അഭിഷേകത്തോടെ ഒരു തലമുറ ഇതിനകത്തുനിന്ന് പുറപ്പെടട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നോക്കിക്കേ, ഈ 850 ചാലിപ്പിക്കാതാക്കി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യാക്കോബ് കേറി പറയുന്ന ഒരു കാര്യമുണ്ട്. ഏലിയാവിനെ കൊള്ളിച്ച് ദൈവം അത് ചെയ്തെങ്കിൽ നീ ഞാനും മകനും മകളുമാ, നീ ഞാനും മകനും മകളുമാ. ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തരും പറയാം, നീ ജാരസന്തതിയല്ല, നീ മകനും മകളുവാ. അപ്പന്റെ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങിയത്. മകൻ പറഞ്ഞ
അപ്പൻ ചെയ്യാതിരിക്കുമോ? മകൻ പറഞ്ഞാൽ അപ്പൻ സർവശക്തിയോടെ വെളിപ്പെട്ടു വരും. മകനൊന്ന് ആത്മാവിൽ പറഞ്ഞാൽ, ഓ ഇന്ന് ഇതിനകത്ത് എനിക്കറിയാം, ആത്മാവിൽ ചിലരെ അവൻ ഓടുമാറാക്കുന്നു, ആത്മാവിൽ ചിലരെ അവൻ കുതിക്കുമാറാക്കുന്നു, ആത്മാവിൽ ചിലരെ ഇന്ന് പകലിൽ അവൻ എഴുന്നേൽപ്പിക്കുന്നു. എനിക്കറിയാം ചിലരുടെ അഭിഷേകം തളയ്ക്കുക, ചിലരുടെ അകത്ത് കിടക്കുന്ന ദൈവകൃപ ചലിക്കുകയാ. ഇതുവരെ നീ കയറാത്ത മണ്ഡലത്തിൽ, ഇതുവരെ നീ കയറി ചെല്ലാൻ കഴിയാത്തൊരു തലത്തിൽ ഇന്ന് ഇതിനകത്ത് ആത്മാവ് നിന്നെ വലിച്ചു കൊണ്ടുപോകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ആമേൻ ഈ ഭൂമിയിൽ കാണുന്ന മണ്ഡലത്തിൽ അതിനുവേണ്ടി നിൽക്കപ്പെടുമ്പോഴാണ് കാണാത്ത മണ്ഡലത്തിൽ ദൈവാത്മാവ് ചലിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എത്ര പേര് പറയും, ഞാൻ ഭൂമി ഇരിക്കുന്നിടത്തോളം കാലം പിശാചിനെ തൊടാനൊക്കുകയില്ല, ഞാൻ ഭൂമിക്കകത്ത് ഇരിക്കുന്നിടത്തോളം കാലം കള്ള പിശാചേ എന്റെ ജീവിതത്തിനകത്ത് നിനക്ക് പ്രവർത്തിക്കാനൊക്കുകയില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അഭിഷിക്തന്മാരെ, നിങ്ങൾ ഓരോ പട്ടണത്തിനകത്ത് പാർക്കുന്നിടത്തോളം കാലം പൈശാചിക ലോകം പറയട്ടെ, പൈശാചിക മണ്ഡലം പറയട്ടെ, നിന്റെ പേര് പറഞ്ഞു പറയട്ടെ. ഏലിയാവുമാർ നിൽക്കുന്നിടത്തോളം കാലം, ഏലിയാവുമാർ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്നിടത്തോളം കാലം ഇല്ല, എനിക്ക് ചലിക്കാനൊക്കത്തില്ല. എന്റെ പ്രവൃത്തികളെ അവർ നിഷ്ഫലമാക്കുന്നു, എന്റെ ബലത്തെ അവർ നശിപ്പിക്കുന്നു, എന്റെ കഴിവിനെ അത് മുഴുവൻ പരാജയപ്പെടുത്തുന്നു, എന്റെ ബുദ്ധിയെ പൈശാചിക മണ്ഡലത്തിന്റെ ബുദ്ധിയെ അത് മന്ദബുദ്ധിയേക്കാൾ അതപ്പതിച്ച തരത്തിൽ ദൈവാത്മാവിനാൽ അത് മുഴുവൻ ക്യാൻസലായി പോകുന്നു. ആത്മമണ്ഡലം യേശുവിന്റെ നാമത്തിൽ ദൈവമക്കൾക്ക് സജീവമായി മാറട്ടെ. ഹല്ലേലൂയ. യേശു കർത്താവ് കൂടുതൽ സംസാരിക്കുന്നതും വിസിബിൾ ലോകത്തെ കുറിച്ചിട്ടല്ല, ഇൻവിസിബിൾ വേൾഡിനെ കുറിച്ചിട്ടാണ്. ഹല്ലേലൂയ. വിസിബിൾ വേൾഡിൽ ഒരു സഹോദരി രോഗിയായി, 12 വർഷം രോഗിയായിരുന്നു. ഡോക്ടേഴ്സ് പരിശോധിച്ചു, ഒരു രക്ഷയില്ല, 12 വർഷം രോഗിയായിരുന്നു. പക്ഷേ 12ാമത്തെ വർഷത്തിൽ നമുക്കറിയാം അവിടെ ഇൻവിസിബിൾ വേൾഡിൽ ഒരു വിടുതൽ നടപ്പാനിടയായി. അങ്ങനെയാണെങ്കിൽ എനിക്കറിയാം, ഞാനിത് പറയുന്നതിന്റെ മർമ്മം ഈ സഭയ്ക്കകത്ത് ദിനം പ്രതി ആക്റ്റീവായി നിൽക്കുന്ന ഒരു കാര്യമാണ്. ഇതിനകത്ത് സ്ഥിരം വരുന്നവർക്കറിയാം ഇതിനകത്ത് ചലിക്കുന്ന ദൈവാത്മാവിന്റെ ചലനം. ഹല്ലേലൂയ. ഇതിനകത്ത് വന്ന് നിങ്ങളിൽ എത്രയോ പേർ സൗഖ്യമായിട്ടുണ്ട്, നിങ്ങൾ എത്രയോ പേരുടെ ഭൂതങ്ങൾ ഇവിടെ നിന്ന് അലറി വിളിച്ചു പോയിട്ടുണ്ട്. ഇവിടെ ഓപ്പണായി നിൽക്കുന്ന ദൈവ തേജസ്സിന്റെ കൃപ എനിക്ക് നന്നായിട്ട് അറിയാം. അതിനേക്കാൾ ഉപരി നിങ്ങൾക്കറിയാം, ഇതിനകത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നീ എവിടെങ്കിലും ഇരിക്കുന്നിടത്ത് ദൈവ തേജസ് ഇല്ലാത്തടാണെങ്കിൽ അവിടെ നിന്ന് വിട്ടുമാറി ദൈവ തേജസ് ഉള്ളിടത്ത് കയറി നിന്നോ. ഇന്ന് ഇതിനകത്ത് ദൈവത്തിന്റെ ആത്മാവ് നിന്നെ ചലിപ്പിക്കും. നീ നിൽക്കുന്നിടത്ത് ചലനമില്ലെങ്കിൽ, ആത്മാവില്ലെങ്കിൽ, ശവകുടീരത്തിനകത്താണെങ്കിൽ അവിടെ നിന്ന് മാറി ആത്മാവ് ഉള്ളിടത്ത് കയറിക്കോ. ദൈവാത്മാവിന്റെ ചലനം നമ്മിലൂടെ ദൈവത്തിന്റെ ആത്മാവ് ചെയ്തെടുക്കട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ കാണുന്ന മണ്ഡലത്തെ സജീവമാക്കപ്പെടുമ്പോ കാണാത്ത മണ്ഡലം ദൈവത്തിനാൽ ചലിക്കാനിടയായി തീരും. പത്രോസിനോട് കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, ബലവാനെ പിടിച്ചു കെട്ടിയാൽ അവന്റെ കോപ്പ് എന്ത് ചെയ്യാം. അടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്, നീ ഭൂമിയിൽ അഴിക്കുന്നത് നീ ഭൂമിയിൽ അഴിക്കുന്നത്, നീ ഭൂമിയിൽ കെട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ ചെയ്താൽ, ഇവിടെ അഴിച്ചാൽ അഴിയേണ്ടിടത്ത് അഴിയും, ഇവിടെ കെട്ടിയാൽ നെടുമങ്ങാടിലെ ദുർഭൂത ശക്തികൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകല് ഞങ്ങൾ ഇവിടെ ബന്ധിക്കുകയാ. ദൈവമക്കളുണ്ടെങ്കിൽ ആത്മാവിലൊന്ന് അന്യഭാഷയിലൊന്ന് ആമേൻ ആരാധിച്ചൊന്ന് കയറി ജനത്തെ പാറവൻ തടഞ്ഞ പോലെ വിടുകയില്ല, മുമ്പോട്ട് വിടുകയില്ല എന്ന് വാദിച്ചു കെട്ടുന്ന, എണ്ണം പറഞ്ഞ് ബന്ധിച്ചിരിക്കുന്ന ദുർഭൂത മണ്ഡലങ്ങൾ യേശുവിന്റെ നാമത്തിൽ അഭിഷിക്തരെ ഞങ്ങൾ ഒരുമിച്ച് ആത്മാവിൽ അതിനെ ബന്ധിക്കുന്നു. ഹല്ലേലൂയ.
ഹല്ലേലൂയ. കാണുന്നൊരു മണ്ഡലം, കാണാത്ത മണ്ഡലം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്കറിയോ, നിങ്ങൾ ഇവിടെ ഇരുന്ന് ആരാധിക്കുമ്പോൾ നമ്മൾ കൈയടിച്ച് ആരാധിക്കുക. ചിലർ ചോദിക്കുന്ന ഒരു ചോദ്യം, എടാ ഞാൻ എന്തിനാ കൈയടിച്ച് ആരാധിക്കുന്നേ? കൈയടിച്ചെന്തിനാ? ചുമ്മാ അതിങ്ങിരുന്ന് ആരാധിച്ച പോരെ? ഇല്ലേ, ചുമ്മാ അതെങ്ങ് ഡീസന്റ് ആയിട്ട് പെയർക്കാതെ, എന്നോട് ചോദിച്ച പെയർക്കാതെ ചുമ്മാ ഒന്ന് കാറി കൂവാതെ ഒന്ന് പ്രസംഗിച്ച പോരെ? അങ്ങനെ പറ്റുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ അടുപ്പിൽ കുറച്ച് വിറവൊക്കെ വാരി വെച്ച് ഇങ്ങനെ കത്തിക്കുക. നിങ്ങൾ നോക്കിയപ്പോൾ അത് അങ്ങ് കത്തുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യും? പറ, എന്ത് ചെയ്യും? എന്ത് ചെയ്യും? അറിയാന്നുള്ള ആൾക്കാർ ഒരു കുഴൽ അങ്ങോട്ട് എടുത്ത് നന്നായിട്ട് ഊതും. എന്താ സംഭവിക്കുന്നത്? നമ്മൾ കുഴലെടുത്തു, പക്ഷെ ഇതിനകത്തൂടെ പോണ എയറിനെ നമ്മൾ കണ്ടോ? ഇല്ല. പക്ഷെ നമ്മളിത് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? അതിന്റെ അറ്റത്ത് നിന്ന് കാറ്റ് ശക്തിയോടെ ഫ്ലോ ചെയ്തു, ഈ തീ അങ്ങോട്ട് പടർന്നു കെട്ടി. അങ്ങനെയാണെങ്കിൽ എന്താ ഇവിടെ സംഭവിക്കുന്നറിയോ? ഈ വചനം ഞാൻ അങ്ങോട്ട് വിളിവിടുമ്പോ, പരിശുദ്ധാത്മ ഇവിടെ റിലീസ് ചെയ്യുമ്പോൾ, നമ്മൾ ആത്മാവിൽ ആരാധിക്കുമ്പോ, ഇന്ന് ഇതിനകത്ത് പ്രിയപ്പെട്ടവരെ കത്തേണ്ട അടുത്ത് തീ പിടിക്കും, കത്തേണ്ട ഇടങ്ങളിൽ തീ പിടിക്കും. ആമേൻ, 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 ആമേൻ. എവിടേക്കാണോ കത്തേണ്ടത്, ഏത് അറ്റം വരെയാണോ ഇറങ്ങേണ്ടത്, ഏത് അറ്റം വരെയാണോ ചലിക്കേണ്ടത്, ഏത് സ്കെയിലിനാണോ മാറ്റം വരേണ്ടത്, ഏത് സ്റ്റേജിലാണോ മാറ്റം വരേണ്ടത്, അവിടേക്ക് യേശുവിന്റെ നാമത്തിൽ ഈ തീ പടർന്നു പിടിക്കട്ടെ. ഇതിനകത്ത് തീ കത്തട്ടെ. ആത്മാവിന്റെ ചൈതന്യം യേശുവിന്റെ നാമത്തിൽ ഇതിനകത്ത് ചലിക്കട്ടെ. കാണാത്ത കാര്യം, ഇൻവിസിബിൾ വേൾഡ്. കാണുന്ന ലോകത്തിലല്ല ദൈവദൂതന്മാർ നിൽക്കുന്നത്, പൈശാചിക ശക്തികൾ നിൽക്കുന്നത് കാണുന്ന ലോകത്തിലല്ല. പ്രൈസ് ദി ലോർഡ്. കാണാത്ത ലോകത്തിലാണ് ഇതെല്ലാം നിൽക്കുന്നത്. നിങ്ങൾ എത്ര പേർ കാണുന്നുണ്ട്? ഇതിനകം മുഴുവൻ സ്വർഗീയ സൈന്യം വാളുകളുമായി നിൽപ്പുണ്ട്. ഈ അന്തരീക്ഷത്തിനകത്ത്, ആമേൻ, ഈ അന്തരീക്ഷത്തിനകത്ത്, ആമേൻ, ഈ ഹാളിനകത്ത്, ഈ കെട്ടിടത്തിന് ചുറ്റും സ്വർഗീയ സൈന്യം ഇതിനകത്ത് നിൽപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരിക്കൽ എലീശ തന്റെ അസിസ്റ്റന്റ് പാസ്സായിരിക്കുന്ന ഗേഹസിയോടുള്ള ബന്ധത്തിൽ ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന ഇങ്ങനെ, ദൈവമേ, ഇവനും കൂടെ കാണത്തക്കവണ്ണം ഇവന്റെ കണ്ണിനെ ഒന്നങ്ങ് തുറന്നേക്കണേ. പ്രൈസ് ദി ലോർഡ്. ഗേഹസി അത്രയും നേരം കണ്ടത് ശത്രുവിനെ ആയിരുന്നെങ്കിൽ, അത്രയും നേരം കണ്ടത് മരണമായിരുന്നെങ്കിൽ, അത്രയും നേരം കണ്ടത് അവസാനിച്ച ചരിത്രമായിരുന്നെങ്കിൽ, ആമേൻ, അടുത്ത് ഗേഹസി കാണുന്നൊരു കാഴ്ച തീർന്ന ചരിത്രമല്ല, ആമേൻ, അവസാനിച്ച ചരിത്രമല്ല. ചിലത് ഇന്ന് പകലിൽ ആരംഭിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഇന്ന് ഇതിനകത്തിരിക്കുന്ന ആത്മീക കണ്ണ് തുറന്ന ദൈവ പൈതലേ, നിന്റെ ജീവിതത്തിൽ ഇന്ന് വിളിച്ചു പറ, എന്റെ ആത്മമണ്ഡലത്തിനകത്ത് ചിലത് ആരംഭിക്കുന്നു. ഇന്നലെ ഞാൻ കണ്ടതല്ല ഇന്ന് കാണുന്നേ, ഇന്നലെ ഞാൻ അനുഭവിച്ചതല്ല ഇന്ന് അനുഭവിക്കുന്നത്, ഇന്നലെ ഞാൻ തൊട്ടതല്ല ഇന്ന് ഞാൻ തൊടുന്നത്, ഇന്നലെ ഞാൻ കയറിയതിനല്ല ഇന്ന് പകല് ഞാൻ കയറുന്നത്. ഞാൻ ആത്മമണ്ഡലത്തിൽ ഒരു സൈന്യത്തെ കാണുന്നു. Hallelujah. Praise the Lord. ആത്മമണ്ഡലം സജീവമായിരിക്കണം. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. സിനിമ കാണാൻ എത്ര പേരുണ്ട്? പാസ്റ്റർ കാണാതുകൊണ്ട് കൈവക്കാത്താണോ? റീൽസ് കാണാൻ എത്ര പേരുണ്ട്? പൊക്കണ്ട, ഞാൻ നിങ്ങളോട് തന്നെ ചോദിച്ചതാ. ഒരു കാര്യം ഞാനൊന്ന് പറഞ്ഞോട്ടെ. നമ്മൾ ഈ ലോകത്തിലെ സിനിമയും കോമഡിയും റീൽസും നമ്മളിങ്ങനെ തള്ളിവിട്ട് കാണുമ്പോൾ നമ്മുടെ അടുക്കലേക്ക് വരുന്ന ദൂതന്മാരെ നമ്മൾ തള്ളി അകറ്റുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ കാണുന്ന കോമഡി കാണാൻ പരിശുദ്ധാത്മാവ് വന്നിരിക്കുകയില്ല. ഇരിക്കുവോ? നീ വീട്ടിനകത്ത് സീരിയൽ കാണാൻ വേണ്ടി ഇരുന്ന പരിശുദ്ധാത്മാവ് നിന്റെ അടുത്ത് വന്നിരിക്കുവോ? പറ, ഇരിക്കോ?
നീ ഒരു സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്തിരിക്കും, അല്ലെങ്കിൽ വേണ്ട വീട്ടിനകത്തിരിക്കും, അല്ല വേണ്ട മൊബൈലെ കാണുമ്പോ ആമേൻ പരിശുദ്ധാത്മാവ് വന്നിരിക്കത്തില്ല. എന്താ കാര്യം എന്നറിയോ? പരിശുദ്ധാത്മാവിന് അത് ഇഷ്ടമല്ല. കാണുന്ന മണ്ഡലത്തിൽ നിന്റെ മേൽ കിടക്കുന്ന കൃപയെ നീ അണച്ചു കളയരുത്. കാണുന്ന മണ്ഡലത്തിനകത്ത് നിന്നെ എവിടെങ്കിലും പരാജയപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഇന്ന് പകലി അതിനെ എടുത്തു മാറ്റ്. ലോകത്തിന്റെ പരിപാടി നിർത്ത്. ദൈവത്തിന്റെ ആത്മാവിനോട് ചേർന്ന് നിൽക്ക്. ഇന്നു മുതൽ നിന്റെ ആത്മമണ്ഡലം സജീവമാകട്ടെ. ആത്മമണ്ഡലം സജീവമാകട്ടെ. ആമേ, അടുത്ത പടികളിലേക്ക് ആത്മാവിൽ ചിലർ ഉയരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കൂടെ എല്ലാം ദൈവദൂതന്മാരുണ്ടെന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഇതിനകത്ത് ഇരിപ്പുണ്ട്? ഒട്ടുമിക്ക പേരും വിശ്വസിക്കുന്നുണ്ട്. എല്ലാ പേരോടും ഞാൻ പറയാം, നമ്മുടെ കൂടെ എല്ലാം ദൈവം കുറഞ്ഞത് 2 ദൂതന്മാരെങ്കിലും ആക്കി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ കേട്ടോ. കുറഞ്ഞത് അഭിഷിക്തന്മാരെ ഞങ്ങൾക്ക് കുറച്ചുകൂടെ പ്രിവിലേജ് ദൈവം തന്നിട്ടുണ്ട്. കാരണം നിങ്ങളെക്കാൾ ആയുധം ഞങ്ങൾക്കാണ് കൂടുതൽ. നിങ്ങളെക്കാൾ വെട്ട് കിട്ടുന്ന ഞങ്ങൾക്കാ കേട്ടോ. അതുകൊണ്ട് ദൈവം കുറച്ചുകൂടെ ഒരു പ്രൊട്ടക്ഷൻ ഞങ്ങൾക്ക് നൽകിയിട്ടൊരു ഹല്ലേലൂയ പറഞ്ഞ്. ഹല്ലേലൂയ, മനസ്സിലായോ? ഒരു എസ്ഐക്കുള്ളത് പോലൊരു പ്രിവിലേജ് അല്ല റോഡ് സൈഡിൽ നിൽക്കുന്ന ഒരു ഗാർഡ് പോലീസിനാണോ? അല്ല. SIക്കുള്ളത് പോലെയല്ല സർക്കിളിനുള്ളത് പോലെയല്ല IPS റാങ്കിലേക്ക് വരുമ്പോൾ, ഇല്ലേ? വ്യത്യാസമുണ്ട്. അതുപോലെ ഇന്ന് ഇതിനകത്ത് ഈ 12 മണിക്കൂർ കഴിയുമ്പോൾ നിങ്ങളുടെ റാങ്കിങ് ലെവല് യേശുവിന്റെ നാമത്തിൽ ഇതിനകത്തൊന്ന് മാറ്റപ്പെടട്ടെ. ആത്മാവിലൊന്ന് കയറിക്കോ, ആത്മാവിലൊന്ന് കയറിക്കോ. ആത്മമണ്ഡലത്തിനകത്ത് റാങ്കിങ് ലെവല് യേശുവിന്റെ നാമത്തിൽ ഇന്ന് ഇതിനകത്ത് ഓപ്പണായി വരട്ടെ. ഇപ്പോൾ അത് സംഭവിക്കട്ടെ. പിതാവേ, പുത്രനായ യേശുവിന്റെ നാമത്തിൽ, പരിശുദ്ധാത്മാവിൽ ഈ അവിടുത്തെ മക്കളുടെ മേൽ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ അവരുടെ അടുത്ത പടിയിലേക്ക് ഇവർ ഇപ്പോൾ പുറപ്പെടട്ടെ, പുറപ്പെടട്ടെ, പുറപ്പെടട്ടെ. അടുത്ത പടിയിലേക്ക് ഇവർ കാല് വെക്കട്ടെ. അടുത്ത പടിയിലോട്ട് കയറുമ്പോ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിച്ചോണം. മൊബൈൽ എടുക്കുമ്പോ പെട്ടെന്നൊരു കാര്യം ഓർമ്മിച്ചോണം. ഞാനിത് കണ്ടാൽ, ഞാനിത് കേട്ടാൽ എന്റെ കൂടെ നിൽക്കുന്ന ദൂതന്മാർക്ക് ഇത് ഇഷ്ടപ്പെടുമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ കൂടെ നിൽക്കുന്ന സാന്നിധ്യത്തിന് ഇത് ഇഷ്ടപ്പെടുമോ? എന്റെ കൂടെ നിൽക്കുന്ന കൃപയ്ക്ക് ഇത് ഇഷ്ടപ്പെടുമോ? എന്റെ കൂടെ നിൽക്കുന്ന പരിശുദ്ധാത്മാവിന് ഇഷ്ടപ്പെടുമോ? ഇന്ന് പകലിൽ സഭ അത്തരത്തിലൊരു വേർപെട്ട് വരട്ടെ, അത്തരത്തിലൊരു കൃപയിലോട്ട് കയറട്ടെ, അത്തരത്തിലൊരു ആത്മതലത്തിനകത്ത് ഇന്ന് പകലൊന്ന് കയറിക്കോ. നിന്നെ കൊണ്ട് ചിലത് ചെയ്യാൻ ദൈവം ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഈ നെടുമങ്ങാടിന്റെ മണ്ണിൽ ദൈവം നിന്നെ അഭിഷേകം ചെയ്തെങ്കിൽ, ഈ പട്ടണത്തിൽ ദൈവം നിന്നെ ആക്കി വച്ചിരിപ്പുണ്ടെങ്കിൽ, ഇന്ന് പകലിൽ ദൈവത്തിന്റെ ആത്മാവ് നിന്നിലൂടെ ചിലത് ചെയ്യട്ടെ. അടുത്ത പടികളിൽ കയറി വെട്ടാൻ, അടുത്ത പടികളിൽ കയറി യുദ്ധം ചെയ്യാൻ, അടുത്ത പടികളിൽ കയറി ആത്മാവിൽ ഓടാൻ ഒരു കൃപ ഇതിനകത്ത് ആത്മാവിൽ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ കാണുന്ന ലോകത്തിൽ ചിലത് ചെയ്യുന്നത് കാണാത്ത മണ്ഡലങ്ങളിൽ സ്വാധീനം ചെലുത്തും. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ ഇവിടെ ഇരുന്ന് ദൈവ തേജസ്സൊക്കെ പ്രാപിച്ച്, ദൈവകൃപയൊക്കെ പ്രാപിച്ച്, വചനത്തിന്റെ വെളിപ്പാട് നമ്മുടെ ഹൃദയത്തിൽ വന്ന് വീണ് നമ്മളൊരു തീരുമാനത്തോടുകൂടി വെളിയിലോട്ട് ഇറങ്ങുക. വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ നമ്മുടെ ഫേസ്ബുക്കില് അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമില് അങ്ങോട്ട് റീൽസ് വരും. പറ, പിശാചേ എനിക്കിത് വേണ്ട. എന്താ കാരണം? എന്റെ അപ്പനത് ഇഷ്ടമല്ല, എന്റെ കൂടെ നിൽക്കുന്ന ദൂതന്മാർക്ക് അത് ഇഷ്ടമല്ല. ഞാൻ ഒരാളോട് വാശി തിരിച്ചു പറയാ, തെറി വിളി തിരിച്ചു പറ, ഞാൻ ഈ പറയുന്ന ദൂതന്മാർക്ക് ഇഷ്ടമല്ല, ഞാൻ ഈ പറയുന്നത് പരിശുദ്ധാത്മാവ് ഇഷ്ടപ്പെടുന്നില്ല, ഞാൻ ഈ ചിന്തിക്കുന്നത് പരിശുദ്ധാത്മാവിന് ഇഷ്ടമല്ല, ഞാൻ ഈ പോൺ വീഡിയോസ് കാണുന്നത് പരിശുദ്ധാത്മാവിന് ഇഷ്ടമല്ല, ഞാൻ കോമഡി വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവിന് ഇഷ്ടമല്ല, ഞാൻ സീരിയലിന്റെ അല്ലെങ്കിൽ സിനിമയുടെ മറ്റ് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തതിൻ്റെ അത് കാണുന്നത് ദൈവാത്മാവിന് ഇഷ്ടമല്ല, ദൂതന്മാർക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? ഞാൻ കൃപയോട് ചേർന്ന് നിൽക്കും. ഹല്ലേലൂയ. കൃപയ്ക്കകത്ത് ഞാൻ കയറി നിൽക്കും. അവൻ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉള്ളിൽ കൃപ ചോരുന്നൊരു പരിപാടി നമ്മൾ ചെയ്യരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽ എന്തിനാ അങ്ങനെ പറയണമെന്നറിയോ? ഈ സഭ, ഇതിനകത്തിരിക്കുന്ന ദൈവദാസന്മാർ, ദൈവമക്കൾ,
നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നത് പോലെ ഇന്നു മുതൽ നിങ്ങൾ ആയിരിക്കുകയില്ല. നിങ്ങൾ അടുത്ത പടികളിലേക്ക് കയറാൻ പോവുകയാണ്. ഇതിനകത്തുള്ള ലീഡേഴ്സ്, ഞാൻ നിങ്ങളോട് ആത്മാവിൽ നിന്നെ നോക്കി ദൂത് പറയാം. നീ ഇന്നലകളിൽ ചെയ്തതുപോലെ ഇനി നീ ചെയ്യാനൊക്കത്തില്ല. അടുത്ത പടിയിലേക്ക്. ഇന്നലെ നീ മിനിസ്ട്രി ചെയ്തതുപോലെ ഇന്ന് ചെയ്യാനൊക്കത്തില്ല. അടുത്ത പടിയിലേക്ക്. ഇന്നലെ നീ പ്രാർത്ഥിച്ചതുപോലെ നിനക്കിന്ന് പ്രാർത്ഥിക്കാൻ ഒക്കുകയില്ല. അടുത്ത പടിയിലേക്ക് ആത്മാവിൽ ചിലരെ ഇന്ന് പകലവൻ വലിച്ചെടുക്കട്ടെ. അവൻ കാണാത്ത കാര്യത്തിനകത്തൊരു ബോധ്യമുണ്ടാകണം. ആമേൻ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. കാണുന്ന മണ്ഡലമല്ല, പിന്നേതാ? കാണാത്തൊരു മണ്ഡലം സജീവമാണെന്ന് തിരിച്ചറിയണം. നമ്മളിപ്പോ ഇരിക്കുന്നത് ദൈവ തേജസ്സിനകത്താണ് നമ്മൾ ഇരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കൈകൊണ്ട് ചുമ്മാ ഇരിക്കാനൊക്കുന്നില്ല. നമ്മുടെ കാലൊക്കെ ചലിച്ചുകൊണ്ടിരിക്കുക, നമ്മുടെ അധരങ്ങളൊക്കെ ചലിച്ചുകൊണ്ടിരിക്കുക, അല്ലേ? ഇന്നലെ നമ്മൾ ഇരുന്നത് പോലാണോ ഇരിക്കുന്നത്? അല്ല. നമ്മുടെ ശരീരം ഇങ്ങനെ ഷിവർ ചെയ്യുക. എനിക്കിവിടെ ഇരിക്കുമ്പോൾ ഷിവർ ചെയ്യുക. ഈ ലൈവിൽ ഇരിക്കുന്നവരും അവരുടെ ശരീരവും ആത്മാവിൽ ഷിവർ ചെയ്യുക. എന്താ കാരണമെന്നറിയോ? അവൻ തൊട്ട് നോക്കിയാൽ തിരിച്ചറിയുന്ന തരത്തിൽ ഒരു ദൈവ സാന്നിധ്യം ഇതിനകത്ത് ഇറങ്ങി നിൽപ്പുണ്ട്. ആ ദൈവ സാന്നിധ്യത്തിനകത്ത് നിന്നെ ആള് മാറിയവനെ പോലെ ദൈവത്തിന്റെ ആത്മാവ് ഈ പണിപ്പുരയ്ക്കകത്ത് പണിതുകൊണ്ടിരിക്കുക. അവൻ ശത്രുവിനെതിരെ നീ ഒന്ന് കയറി നിൽക്കാൻ, ശത്രുവിനെതിരെ ദൈവത്തിനൊന്ന് ഉപയോഗിക്കാൻ, ശത്രുവിന്റെ കോട്ടകളെ ഇടിക്കാൻ ഇന്ന് പകലിൽ ദൈവാത്മാവിന് നിന്നെ ഇന്ന് പകലിൽ വേണം. നിന്നെ കൊണ്ട് ചിലത് ചെയ്യിക്കാൻ ഇതിനകത്ത് ദൈവാത്മാവ് വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പൊ കാണുന്ന മണ്ഡലത്തിൽ നമ്മൾ അങ്ങനൊന്ന് നിന്നാൽ, കാണാത്ത മണ്ഡലത്തിൽ ഇന്ന് പകൽ ഈ അസാധാരണ ദൈവപ്രവൃത്തി വെളിപ്പെട്ടു വരാനിടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കഴിഞ്ഞൊരു ദിവസം ആമേൻ, ഒരു കുടുംബത്തിൽ കുറച്ച് ആൾക്കാർ വന്നിട്ട് പറഞ്ഞു, ആമേൻ, ഞങ്ങളുടെ ആരാധനയെ ബന്ധപ്പെട്ടൊരു കുടുംബത്തിലാണ് ആൾക്കാർ വന്നു. അവർ പ്രാർത്ഥനയ്ക്ക് വന്നതല്ല. അവരോട് പറഞ്ഞൊരു കാര്യം, നിങ്ങൾ ദയവേത് ഒരു 20 ദിവസം ഇവിടെ നിന്നൊന്ന് മാറി താമസിക്കണം. ഇവിടെ നിന്നൊന്ന് 20 ദിവസം ഒന്ന് മാറി താമസിക്കണം. അവര് ചോദിച്ചെന്തിനാ ഞങ്ങൾ ഇവിടെ നിന്ന് മാറി താമസിക്കുന്നേ? അവരാ ദൈവത്തെ ആരാധിക്കുന്നവരാ, ഉള്ളി തീ കിടക്കുന്നവരാ, കേട്ടോ. അവരോട് പറഞ്ഞു, അവൻ നിങ്ങൾ ഇവിടെ നിന്നൊന്ന് മാറി താമസിക്കണം. ഇവര് ചോദിച്ചെന്തിനാ? ഞങ്ങൾ എങ്ങോട്ട് പോവാനോ? അവര് പറഞ്ഞു, നിങ്ങൾക്ക് നല്ല സൗകര്യമുള്ള 2 നില ഫുൾ AC വീട് ഞങ്ങൾ റെഡിയാക്കി തരാം. പക്ഷെ നിങ്ങൾ ഇവിടെ നിന്ന് 20 ദിവസം ഒന്ന് മാറിപ്പോണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇവർക്ക് അറിയാനൊരു ആകാംക്ഷ, എന്താ അങ്ങനെ ഒരു വിഷയം? അപ്പൊ അവര് പറഞ്ഞൊരു കാര്യം, അതെ, നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് കൊണ്ട്, നിങ്ങൾ ഇവിടെ പാർക്കുന്നത് കൊണ്ട് ഞങ്ങളുടെ അങ്ങോട്ട് വരേണ്ട ആള് വരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അയാൾ 1 കിലോമീറ്റർ അപ്പുറത്ത് നിൽക്കുക, ഞങ്ങളുടെ അടുക്കൽ ഇയാള് വരുന്നില്ല. ഇയാള് വരാത്തത് എന്താ കാരണമെന്ന് ഞങ്ങളുടെ ആൾക്കാരോട് ചോദിച്ചപ്പോ ഞങ്ങളുടെ ആൾക്കാർക്ക് വെളിപ്പെട്ടി കിട്ടിയത് എന്തെന്നറിയുമോ? ഇവിടെ 5 പേരുള്ള ഒരു കുടുംബമുണ്ട്, പ്രാർത്ഥിക്കുന്ന ഒരു അപ്പനുണ്ട്, പ്രാർത്ഥിക്കുന്ന അമ്മയുണ്ട്, നിലവിളിക്കുന്ന മക്കളുണ്ട്, ദൈവസന്നിധിയിൽ മുട്ടുമടക്കുന്നവൻ അവിടെയുണ്ട്, ആ വീട്ടിനകത്ത് തീ കത്തുന്നവനുണ്ട്. അതുകൊണ്ട് പിശാച് പറയാ, എനിക്ക് വരാനൊക്കുന്നില്ല. ഇന്ന് പകലിൽ ഇതിനകത്ത് അതുപോലെ ചില ഉയർച്ച ആത്മമണ്ഡലത്തിനകത്ത് ദൈവാത്മാവിനാൽ ചിലരങ്ങനെയാകട്ടെ, ചിലരങ്ങനെയാകട്ടെ, ചില ലീഡേഴ്സ് അങ്ങനെയാകട്ടെ, ചിലരങ്ങനെയാകട്ടെ, ചിലരങ്ങനെയാകട്ടെ. Rabala raba shatana la ragana ba shamthana ba riba ba 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 azara ba rabala baragana ba rachuna bala ba riba ba ba shamda azara bala baragana ba ramthana raganam vaide azara bala baragana ba ramthana raganam shamthal kana ribala baragana ba ramthana raganam vaida
അസ്തരാബലബരഗനബളം ധനരഗനം വൈഡേ അസ്തരാബലബരഗനബള ചുനാബലബരിബബ ശംധന റഗൽകനാബലബറബലാരഗനബളം ധനരഗനം. ആത്മാവിൽ കയറി, ആത്മാവിൽ കയറി, ആത്മാവിൽ കയറി, ആത്മാവിൽ കയറി. ഇന്ന് പകരം യുദ്ധം ചെയ്ത് ആരാധിക്ക്, യുദ്ധം ചെയ്ത് ആരാധിക്ക്, യുദ്ധം ചെയ്ത് ആരാധിക്കട്ടെ, യുദ്ധം ചെയ്ത് ആരാധിക്കട്ടെ. നിന്റെ പേരുകൾ എഴുതിയ തകിടുകൾ, നിന്റെ പേരിൽ അടിച്ച കുറ്റികൾ, നിന്റെ പേരിൽ അടിച്ച ആണികൾ, നിന്റെ പേരിൽ വരച്ച പടങ്ങൾ, നിന്റെ കുടുംബ പേരെഴുതിയ മന്ത്ര തന്ത്ര തമൻ ശക്തികൾ ഇന്ന് പകരം തീ കൊണ്ട് കത്തട്ടെ. ആത്മാവിൽ തീ പിടിക്കുന്നു, തീ പിടിക്കുന്നു, തീ പിടിക്കുന്നു. യെസ് 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 യെസ്. കത്തട്ടെ, 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 കത്തട്ടെ. തീ വീഴുന്നു. എനിക്കറിയാം ഇതിനകത്ത് പുതപ്പ് വീണുകൊണ്ടിരിക്കുകയാ, പുതപ്പ് വീണുകൊണ്ടിരിക്കുകയാ. അടുത്ത തലമുറയിലേക്ക് പുതപ്പ് വീണുകൊണ്ടിരിക്കുകയാ. നിന്നെ ഇന്ന് പകലിൽ കഴുതകളെ തേടി വന്ന നിന്നെ, കഴുതയെ തേടി വന്നവനെ, നിന്നെ ആള് മാറ്റുന്ന ഒരു അഭിഷേകം, ആള് മാറിയവനെ പോലെ നിന്നെ ഓടിക്കുന്ന ഒരു ബലം. Hallelujah. Hallelujah. മക്കൾ ഇരുന്നോ, 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 ഇരുന്നോ. അവൻ ഇതൊക്കെ ഇതിനകത്ത് സംഭവിക്കും കേട്ടോ. അവൻ ഇത് അവന്റെ മാത്രമല്ല, ഇതിനകത്തിരിക്കുന്ന എല്ലാ പേരുടെ മേലും ഇന്ന് പകലിൽ അടുത്ത പടിയിലേക്ക് നിങ്ങളെ ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ ഇന്ന് ഇതിനകത്ത് നടക്കും. ആമേൻ. ഇന്ന് ഇതിനകത്ത് ചിലർ ഹൈ റാങ്കിങ്ങിനകത്ത് കയറും, ചിലർ ഇന്ന് മുതൽ ഹൈ റാങ്കിങ് സ്പിരിറ്റുകളെ ആത്മാവിൽ വെട്ടും. ആമേൻ. ചില ദേശാധിപതികളെ ബന്ധിക്കാൻ, ചില വാഴ്ചകളെ പിടിച്ചു കെട്ടാൻ, ജനത്തെ അടിമയാക്കുന്ന പർവ്വന്യ ശക്തികളെ പ്രവർത്തിപ്പിക്കാതാക്കാൻ ഒരു അഭിഷേകത്തിന്റെ പകർച്ച. ഓ ഓ ഓ ഓ ഓ ഓ യേശുവിന്റെ നാമത്തിൽ Hallelujah. Praise the Lord. Amen. നമ്മുടെ ആത്മമണ്ഡലത്തിനകത്ത് അസാധാരണമായ ചിലത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. Hallelujah. ഇന്ന് പകലിൽ കാണുന്ന മണ്ഡലത്തിൽ നിന്നെ പരാജയപ്പെടുത്തുന്ന ചിലതുണ്ട്. അവൻ കാണുന്ന മണ്ഡലത്തിൽ നിന്നെ തോൽപ്പിക്കുന്ന ചിലതുണ്ട്. അതാ ഞാൻ പറഞ്ഞ, ചില മീഡിയകൾ പറഞ്ഞു, നമ്മുടെ വാക്കുകൾ പറഞ്ഞു, ഇതാ ശത്രു നിന്നെ തോൽപ്പിക്കുന്ന മണ്ഡലം. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി എന്നോട് പറഞ്ഞൊരു കാര്യം ഇങ്ങനെ, പാസ്റ്റർ, ആമേൻ, എൻ്റെ ജീവിതത്തിനകത്ത് അസാധാരണമായി ഞാൻ ദൈവകൃപയൊക്കെ പ്രാപിക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് ജയിക്കാൻ കഴിയുന്നില്ല. എന്നിട്ട് അവർ പറഞ്ഞൊരു കാര്യം ഇങ്ങനെ, പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യമുണ്ട്. ആ സഹോദരി പറഞ്ഞ സാക്ഷ്യം, എനിക്ക് അസാധാരണമായി ദൈവപ്രവൃത്തി അനുഭവിക്കാൻ കഴിയുന്നുണ്ട്, പക്ഷെ ഭയങ്കര ദേഷ്യം എനിക്കുണ്ട്. ഇതിനകത്തിരിക്കുന്ന ചിലരോടൊക്കെ ഇന്ന് പകലിൽ പറയാം, ആ ദേഷ്യത്തെ ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് നിങ്ങൾ ഇന്ന് ക്യാൻസൽ ചെയ്യാൻ പോവുകയാണ്. ആമേൻ. യേശുവിന്റെ നാമത്തിൽ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന ചില ദേഷ്യങ്ങൾ യേശുവിന്റെ നാമത്തിൽ, കർത്താവേ, ഇതിനകത്ത് യേശുവിന്റെ നാമത്തിൽ ഇവരെ പരാജയപ്പെടുത്തുന്ന ആ മണ്ഡലത്തെ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഞാൻ ഇവരിൽ നിന്ന് ഡീആക്റ്റീവ് ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ ആ തലങ്ങൾ ഇപ്പോൾ ക്യാൻസൽ ആകട്ടെ.
3 ദിവസം ജയിക്കാൻ പറ്റും, 4ാമത്തെ ദിവസം തോറ്റുപോവുകയാ. 4 ദിവസം ജയിക്കും, അടുത്ത 3 ദിവസം തോൽക്കുന്നവർ ഇതിനകത്തുണ്ട്. ഇന്ന് പകൽ എന്റെ പ്രിയരെ, അവൻ ഇതുവരെ നിന്റെ മേൽ വ്യാപരിച്ചതുപോലെയല്ല, ഇന്ന് അസാധാരണമായൊരു തീ നിന്റെ മേൽ വ്യാപരിക്കുന്നു. ഒരു മനുഷ്യൻ നിന്നെ തൊടുകയില്ല, പക്ഷെ പരിശുദ്ധാത്മാവ് നിന്നെ തൊടും. ഇവിടെ നിൽക്കുന്ന ഞങ്ങൾ ആരും നിന്നെ തൊടുകയില്ല, പക്ഷെ നിന്റെ അകത്ത് ഒരു പാത്രത്തിൽ നിന്ന് വെള്ളമൊഴിക്കുന്നത് പോലെ ഇന്ന് പകലിൽ ആമേൻ പരിശുദ്ധാത്മാവ് എണ്ണ നിന്റെ മേൽ ഒഴിച്ചേച്ച് അവൻ നിന്നെ അഭിഷേകത്താൽ നിറയ്ക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇതിനകത്ത് ദൈവ പ്രവൃത്തി ചലിക്കുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. കാണുന്ന മണ്ഡലം ഒന്ന്, ഞാൻ ഒരു പെട്ടെന്ന് നിങ്ങളെ വേറൊരു ഭാഗത്തിലോട്ട് കൊണ്ടുവരാം. യേശു കർത്താവിനെ താൻ അനുഭവിക്കാൻ പോകുന്ന പീഡകളെ കുറിച്ച് യേശു ശിഷ്യന്മാരോടൊക്കെ പറയുമ്പോ പത്രോസ് യേശുവിനെ മാറ്റി നിർത്തി പറഞ്ഞു, കർത്താവേ, നിനക്കങ്ങനെ വരാൻ പാടില്ല. നീ ദൈവത്തിന്റെ പുത്രനാണ്, നിനക്കങ്ങനെ വരാൻ പാടില്ല. യേശു കർത്താവ് എന്താ ചെയ്തേ? യേശു എന്താ ചെയ്തേ? പറഞ്ഞേ. യേശു എന്താ പറഞ്ഞേ? പത്രോസ്, നിനക്കെങ്കിലും എന്നോട് സ്നേഹമുണ്ടല്ലോടോ എന്നാണോ പറഞ്ഞേ? അല്ല, പിന്നെന്താ യേശു പറഞ്ഞേ? യേശു പറഞ്ഞൊരു കാര്യം, പിശാചേ, ഞാൻ വന്നത് നിന്റെ വാക്ക് കേൾക്കാനല്ല, ഞാൻ വന്നേക്കുന്നത് സ്വർഗത്തിലെ ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെടുത്താനാ. ഇതിനകത്ത് എന്റെ പ്രിയപ്പെട്ടവരെ, നിന്നെ ഇന്ന് പകല് ദൈവ പദ്ധതികളിലേക്ക്, ദൈവിക നിർണയങ്ങളിലേക്ക്, ദൈവിക പദ്ധതികളിലേക്ക്, ഇതിന്ന് പകല് വെറുതെ ഒരു വാക്കല്ല, ഇത് വെറുതെ ഒരു വാക്കല്ലിത്. ഇന്ന് പകലിൽ വർഷങ്ങൾക്ക് മുമ്പ് നിന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ ഇന്ന് പകലിൽ ആത്മാവിൽ അത് ചലിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ പിതാവേ, പുത്രനാ യേശുവിന്റെ നാമത്തിൽ ഇവരോട് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങൾ ഇപ്പോൾ മുതൽ യേശുവിന്റെ നാമത്തിൽ അത് ചലിക്കട്ടെ, 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 യേശുവിന്റെ നാമത്തിൽ. ചില നിമിഷങ്ങൾ അതിനെ ആരാധിച്ച് പ്രാപിച്ചേ, ചില നിമിഷങ്ങൾ അതിലേക്കൊന്ന് കയറിക്കേ, ചില നിമിഷങ്ങൾ യേശുവിന്റെ നാമത്തിൽ. യെസ്, 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 യെസ്. കത്തട്ടെ, 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 കത്തട്ടെ. ആത്മാവിന്റെ തീ ഇതിനകത്ത് ചിലരുടെ മേൽ വീഴട്ടെ. ആ ക്യാമറയുടെ അടുത്തിരിക്കുന്ന ബ്രദറെ, നിന്നിൽ അത് സംഭവിക്കുന്നു. നിന്നിൽ ഇന്ന് പകൽ അത് സംഭവിക്കുന്നു. നിന്നിലൊരു വാഗ്ദത്തത്തിന്റെ തീ കിടപ്പുണ്ട്. ഇതുവരെയും അത് മൂടി വച്ചിരുന്നു. ഇപ്പോ ഒരു വിടുതലിന്റെ തീ യേശുവിന്റെ നാമത്തിൽ നിന്റെ മേൽ വീഴട്ടെ, 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 വീഴട്ടെ. പ്രാപിച്ചോ, 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 പ്രാപിച്ചോ. യെസ്, 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 യെസ്. ഒരു നിയോഗം. പണ്ടൊരിക്കൽ ഒരു പാത്രത്തിൽ കുറെ വെള്ളം ഉണ്ടായിരുന്നു. വെള്ളത്തിനൊരു ആഗ്രഹം തിളച്ച് കവിയണം. വെള്ളത്തിന് ആഗ്രഹം തിളച്ച് കവിയണം. വെള്ളത്തിനൊരു ആഗ്രഹം തിളച്ച് വീണം. കേട്ടോ നിങ്ങൾ, ഈ പാത്രത്തിനകത്തിരിക്കുന്ന വെള്ളത്തിന് ആഗ്രഹം ഒന്ന് തിളച്ചൊന്ന് കവിയണം, ഒന്ന് നീരാവിയൊന്നാകണം, എനിക്കൊന്ന് ജ്വലിക്കണം, എനിക്കൊന്ന് കുതിക്കണം. ആഗ്രഹം. അപ്പോ പിശാച് പറഞ്ഞൊരു കാര്യം, നിന്നെ ഞാൻ സമ്മതിക്കുകയില്ല. പിശാച് ഒരു വലിയൊരു മൂടിയെടുത്ത് പാത്രത്തിന്റെ മുകളിൽ വെച്ചു. ആമേൻ. അപ്പോഴത്തേക്കും ഈ പാത്രം എന്തെന്നറിയോ? പാത്രം ഇവിടെ എഴുന്നേറ്റിരുന്ന് അടുപ്പിൽ ചെന്നിരുന്നു. ആരോ തീ കത്തിച്ചു. തീ അങ്ങോട്ട് കത്തി കയറുക.
കയറുകയും തീ അങ്ങോട്ട് കത്തി കയറുകയും തീ അങ്ങോട്ട് കത്തി കയറുകയും ഈ പാത്രത്തിന്റെ ഓരോ സൈഡ് വീതം പൊങ്ങാൻ തുടങ്ങി, ഓരോ സൈഡ് വീതം പൊങ്ങാൻ തുടങ്ങി, ഓരോ ഭാഗം അങ്ങോട്ട് പൊങ്ങാൻ തുടങ്ങി. തീയുടെ ചൂട് അങ്ങോട്ട് കയറുകയും തീയുടെ ചൂട് അങ്ങോട്ട് കത്തിപ്പിടിക്കുകയും തീ അങ്ങോട്ട് പടർന്ന് അങ്ങോട്ട് പിടിച്ചപ്പോ കേട്ടോ, ആ അടപ്പിനെ തള്ളി ദൂരെ കളഞ്ഞിട്ട് അത് കുതിച്ചെഴുന്നേറ്റു. ഇതിനകത്ത് ആ പ്രവൃത്തി ചലിക്കുന്നു. റഗനവടം തൽക്കന റീബല റഗനവടം തനറിബബ അസര റഗനവടം തേ റീബല വറഗനം വൈഡനാബല വറഗനം ശംഭനാബല വറിബബ അസ്തനാബല വറഗനം റീഗനാബല വറഗനെ വൈഡൽ കനാബല വറിബബ അസ്തനാബല വറിബബേ റീഗനാബല വറഗനം ശബ്ദൽ കനാബല വറിബബേ. തീ പിടിക്കട്ടെ, 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 തീ വിടട്ടെ, തീ പിടിക്കട്ടെ, തീ വീഴട്ടെ, തീ വീഴട്ടെ, തീ വീഴട്ടെ. യെസ് 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 യെസ്. തീ വീഴട്ടെ, തീ വീഴട്ടെ, തീ തീ തീ. കാണുന്ന മണ്ഡലത്തിൽ നമ്മൾ ചിലത് ചെയ്യുമ്പോൾ കാണാത്ത മണ്ഡലത്തിനകത്ത് ചിലത് ചലിക്കും. ഹല്ലേലൂയ. കാണുന്ന മണ്ഡലത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ കാണാത്തതിനകത്ത് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേര് ഞാനിന്ന് തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ ചില അടയാളം ഞാൻ കാണും. ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ ഞാൻ ചില അടയാളം കാണും. ഞാൻ എൻ്റെ ദേശത്തെ കാല ചവിട്ടുമ്പോൾ ചില അടയാളം കാണും. ഞാൻ അടുത്ത പുൽപ്പുറ്റേ കയറുമ്പോൾ ചില അടയാളം കാണും. ഞാൻ മിനിസ്ട്രിക്ക് കയറുമ്പോൾ ആമേൻ 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 ആമേൻ. അത്തരത്തിൽ ചിലരെ അവൻ എഴുന്നേൽപ്പിക്കട്ടെ. അത്തരത്തിൽ ചിലരെ, അത്തരത്തിൽ ചിലരെ ഇതിനകത്തിരിക്കുന്ന യൗവനക്കാരാ, നിന്നെ അത്തരത്തിൽ ദൈവം എഴുന്നേൽപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ യേശു കർത്താവ് ആമേൻ ഒരു പടകിൽ യാത്ര ചെയ്യുകയാ. പടകിൽ യാത്ര ചെയ്യുക. യേശുവുണ്ട്, ശിഷ്യന്മാരുണ്ട്. പോകുന്നത് ഗദരദേശത്തിലേക്കാ. എങ്ങോട്ടാ പോകുന്നേ? എങ്ങോട്ടാ പോകുന്നേ? ഗദരദേശത്തിലേക്ക്. യേശു അങ്ങോട്ട് യാത്ര തിരിച്ചപ്പോ പൈശാചിക മണ്ഡലം തിരിച്ചറിഞ്ഞു. യേശു വരുന്നുണ്ട്, യേശു വരുന്നുണ്ട്. ഞാൻ ഇങ്ങനെ പറയും, പിശാച് പറഞ്ഞു, എൻ്റെ അന്തകൻ വരുന്നുണ്ട്. അവന്റെ കാലൊച്ച ഞാൻ കേൾക്കുന്നുണ്ട്. അവൻ ശ്വാസം വിടുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. അവൻ എൻ്റെ അടുക്കലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഇതിനകത്തിരിക്കുന്ന ദൈവ പൈതലേ, ഇതിനകത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിന്നെ ഞാൻ തൊട്ടു ദൂതു പറയാം. നിന്റെ കാലൊച്ച പൈശാചിക മണ്ഡലത്തിന് ഭീഷണിയാകട്ടെ. നിന്റെ ശബ്ദം സാത്താന്യ മണ്ഡലത്തിനകത്ത് യേശുവിന്റെ നാമത്തിൽ അവനെ ഡിസ്റ്റർബ് ആകുന്ന ഒരു കൃപ ഇതിനകത്ത് ചലിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നോക്ക് ഇവൻ എന്തേന്നറിയോ? അവൻ ഗദരദേശത്തുള്ള പിശാച് എന്തേന്നറിയോ? 6000 പിശാച് എന്തേന്നറിയോ? കടലിനെ ഇളക്കി. ആമേൻ. 6000 പിശാച് കടലിനെ ഇളക്കി.
6000 പിശാച് കാറ്റിനെ ചലിപ്പിച്ചു. 6000 പിശാച് പടകിനകത്ത് വീശി അടിച്ചു. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ നീ ചിലതിന് വേണ്ടി ഇറങ്ങുമ്പോ ചില കാറ്റടിക്കും, പക്ഷെ പേടിക്കണ്ട. നിന്റെ പ്രവൃത്തി, നിന്റെ വരവ്, നിന്റെ കാലൊച്ച അവന്റെ കൂടാരത്തെ പൊളിക്കാം. എനിക്കറിയാം ഇന്ന് സാത്താന്യ മണ്ഡലം ഷേക്കാകുക. കഴിഞ്ഞ 14-ാം തീയതി മുതൽ തിരുവനന്തപുരത്തിന്റെ ആത്മമണ്ഡലത്തിനകത്ത് ഈ ഷേക്കിംഗ് ആരംഭിച്ചു. ആത്മാവിൽ അത് തിരിച്ചറിയുന്നവർക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നീ ചില ഡിസ്റ്റർബൻസ് കണ്ടപ്പോ തിരിച്ചുപോയേ. ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ട് ചിലർക്കൊരു പരിധി കഴിഞ്ഞ് കയറാൻ പറ്റാത്ത, ഞാൻ അതുകൂടെ പറഞ്ഞ് നിർത്തും. ഇന്ന് പകലിൽ നിന്റെ ആതിരുകളെ, നിന്റെ പരിധികളെ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകലിൽ പൊളിക്കാൻ പോവുകയാ. ഇന്ന് പകൽ നിന്റെ ആതിരുകളെ, ചില പരിധി കഴിഞ്ഞ് കയറാനൊക്കുകയില്ല. അഭിഷിക്തന്മാർ ചില പരിധി കഴിഞ്ഞ് കയറാനൊക്കത്തില്ല. ദൈവമക്കളെ, നിന്റെ സമ്പത്തിൽ, നിന്റെ കുടുംബത്തിൽ, നിന്റെ ആത്മീക ഭൗതിക തലത്തിൽ ഒരു പരിധി കഴിഞ്ഞ കയറാനൊക്കുകയില്ല. പക്ഷെ ഇന്ന് പകലിൽ ഈ ഉച്ച സമയത്ത് ഈ 1.5 മണിക്ക് ആ മുഖത്തെ ദൈവാത്മാവ് അതിനെ പൊട്ടിക്കുന്നു. ഒന്ന് സ്വീകരിച്ച്, ആത്മാവിനൊന്ന് സ്വീകരിച്ച്, ആത്മാവിനൊന്ന് സ്വീകരിച്ച്. യെസ് 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 യെസ്. ഹല്ലേലൂയ. കേട്ടോ, കാറ്റങ്ങോട്ട് പൊങ്ങി, തിര അങ്ങോട്ട് പൊങ്ങി. ഇതിനെ ചലിപ്പിച്ചതാരാ? പറ, ചലിപ്പിച്ചതാരാ? ഗദരദേശത്തെ 6000 ഭൂതങ്ങൾ ചലിപ്പിക്കുക കാറ്റിനെ, ചലിപ്പിക്കുക കടലിനെ. ശിഷ്യന്മാർ 12 പേരുണ്ട്. അവർ മാക്സിമം നോക്കി പറ്റിയില്ല. അവർക്ക് മനസ്സിലായി ഞങ്ങളെ കൊണ്ട് പറ്റുകയില്ല. പക്ഷേ അടുത്തതൊരു വരവാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്നെ കൊണ്ട് പറ്റത്തില്ല, പക്ഷേ നിന്റെ പടകിൽ ദൈവാത്മാവുണ്ട്. ആ പടകിനകത്ത് കിടക്കുന്നവനെ ഒന്ന് ചലിപ്പിക്കാൻ